അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ കഥ കേൾക്കുവാൻ കാത്തിരിക്കുന്ന മുഹിബ്ബീങ്ങളെ, SSF ജില്ലാ സാഹിത്യോത്സവിന്റെ ഈ വർണ്ണാഭമായ വേദിയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഞാനൊരു കഥ പറയാം. കഥയുടെ പേര് സൽഗുണ സമ്പന്നൻ എന്നാണ്. പ്രിയരെ, ഒരല്പസമയത്തേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ഞാൻ മദീനയിലേക്ക് കൊണ്ടുപോവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് മദീനയിൽ ഒരു വൃദ്ധയായ സ്ത്രീ ഉണ്ടായിരുന്നു. തളർവാദം പിടിച്ച് കിടപ്പിലാണവർ. പരിചരിക്കാൻ ആരുമില്ല. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ആ വീട്ടിലെത്തി. രോഗിയായ സ്ത്രീയുടെ അരികിൽ ചെന്ന് നോക്കുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം ആരോ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അടുത്ത ദിവസം അവിടെ എത്തി. അത്ഭുതം എന്നല്ലാതെ എന്ത് പറയാൻ. പ്രായം ചെന്ന ആ ഉമ്മയെ ഇന്നും ഒരാൾ വൃത്തിയാക്കി ഭക്ഷണവും മറ്റും നൽകിയിട്ടുണ്ട്. ആരാണ് അയാൾ? അയാൾ എന്തായാലും ഒരു ചില്ലറക്കാരനാകാൻ വഴിയില്ല. ഇത്ര കൃത്യമായി, അതും അതീവ രഹസ്യമായി, പതിവായി സൽക്കർമ്മം ചെയ്യുന്നു. ആരായാലും കണ്ടെത്തണം. ഉമർ റളിയല്ലാഹു അൻഹു കാത്തിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞു. അതാ ദൂരെ ഒരാൾ. അദ്ദേഹം ഇങ്ങോട്ട് തന്നെ അല്ലേ? അതെ, അടുത്തടുത്തെത്തുന്നു. മുഖം വ്യക്തമാകുന്നു. അമീറുൽ മുഅ്മിനീൻ. ആരാണെന്ന് മനസ്സിലായ കൂട്ടുകാരെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉറ്റ തോഴൻ. നാട്ടിലും യാത്രയിലും യുദ്ധസമയത്തും എല്ലാം പ്രവാചക ശ്രേഷ്ഠരോട് കൂടെയും ഉണ്ടായിരുന്ന വ്യക്തിത്വം. മറ്റൊരു സംഭവം കൂടി പറയട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു ദിവസം സുബ്ഹ് നിസ്കാര ശേഷം തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോടായി ഒരു ചോദ്യം. എന്താണെന്നറിയോ? ആരാണെന്ന് നോമ്പനുഷ്ഠിച്ചത്? ഒരാൾ വിനയാനിതനായി പറഞ്ഞു, ഞാൻ. ആരാണെന്ന് ജനാസയെ അനുഗമിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത ചോദ്യം ചോദിച്ചു. നേരത്തെ പറഞ്ഞ ആൾ തന്നെ കൈ ഉയർത്തി. വീണ്ടും ചോദ്യം. ആരാണെന്ന് പാവപ്പെട്ട ഒരാൾക്ക് ഭക്ഷണം നൽകിയത്? അപ്പോഴും ആ ഒരു കൈ മാത്രം പൊങ്ങി. പിന്നെയും ചോദ്യം. ആരാണെന്ന് രോഗിയെ